പാലക്കാട് അട്ടപ്പാടി പൊമ്മിയമ്പടിയിൽ ഗേറ്റ് തള്ളിത്തുറന്ന് വീട്ടുമുറ്റത്തേക്ക് കയറി കാട്ടാന. പൊമ്മിയമ്പടി സ്വദേശി ഗണേഷ് കുമാറിന്റെ വീട്ടിലാണ് ആന കയറിയത്. പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുന്നു. അജിത്ത്, ഈ കാട്ടാനയെ സംബന്ധിച്ച് എന്ത് വീട് അല്ലേ? അവിടെയൊക്കെ ഇത്തരത്തിൽ ആനയുടെയും വന്യമൃഗങ്ങളുടെയും ഒക്കെ ശല്യം രൂക്ഷമായ ഇടങ്ങളാണോ? അവയെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ശക്തമല്ലേ? എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ലക്ഷ്മി പത്മ, കുറച്ചധികം നാളുകളായി അട്ടപ്പാടി മേഖലയും കാട്ടാന ശല്യം രൂക്ഷമാണ്. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. ഒരാളുടെ ജീവൻ ഉൾപ്പെടെ, മല്ലൻ എന്ന് പറയുന്ന ഒരാളുടെ ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് ഈ അടുത്ത കാലത്താണ്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ജനങ്ങൾ അനുഭവിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായും കാണേണ്ടത്, ഈ ആന ഈ ഗേറ്റ് പൂർണ്ണമായും തകർക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഗേറ്റ് തുറക്കുകയാണ് ചെയ്യുന്നത്. ആന ഇത്തരത്തിൽ നാട്ടിലേക്ക് സ്ഥിരമായി കാട്ടാന എത്തിയതുകൂടി ഇത് ആന അവിടെ നിന്ന് പഠിച്ചെടുത്ത കുറെ കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായും ഈ വീണ്ടും വീണ്ടും ആന ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യം. കൃഷിയിടങ്ങളിലേക്ക് ആന എത്തുന്നു, കൃഷി നശിപ്പിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ആനയ്ക്ക് ഈ നാട്ടിലെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാകുന്നു എന്ന് വേണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സാധാരണഗതിയിൽ ആന ആ ഗേറ്റ് പൊളിക്കും എന്നുള്ളതാണ് സാധാരണഗതിയിൽ കരുതുന്നത്. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് ആ ഗേറ്റ് തുമ്പിക്കൈ കൊണ്ട് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് അതിന്റെ പെരുമാറ്റം. ഏതാണെങ്കിലും കുറച്ചധികം കാലമായി ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇറങ്ങുന്ന ആനകളെ പടക്കം പൊട്ടിച്ചും അല്ലാതെയും ഒക്കെ ശബ്ദമുണ്ടാക്കിയും ഒക്കെ വനത്തിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യാറുള്ളത്. അതിനപ്പുറത്തേക്ക് ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അജിത് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട്.